ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും ശോഭിതം. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ, തൊഴിലാളികളെ, നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെങ്കൽ മേഖല 16-ാം തീയതി മുതൽ ഈ മേഖല പൂർണ്ണമായി നിർത്തിവെച്ചാലും മാറ്റി വെച്ച് വണ്ടി പിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വസ്തു എന്നതിലുപരി കാസർഗോഡ് ജില്ലയിൽ ഇതിന് ബദൽ സംവിധാനം വേറെയില്ല. കണ്ണൂരൊക്കെ ആണെങ്കിൽ പിന്നെയും ചെറിയ കട്ടകളൊക്കെയായി ഒറ്റപ്പെട്ട ചില പണികൾ നടക്കുന്നു എന്നല്ലാതെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 100% ഈ ചെങ്കല്ല് കൊണ്ട് മാത്രമാണ് എല്ലാ സ്ഥാപനങ്ങളും താമസം എടുക്കുന്നു. അതോടുകൂടി നമ്മുടെ ലോൺ ഇടവുകൾ തെറ്റുന്നു. മാസങ്ങളോളം വെക്കുന്നത് കൊണ്ട് നമ്മുടെ വണ്ടികൾ കേടുപാട് സംഭവിക്കുന്നു, ബാറ്ററി വീക്കായി പോകുന്നു, ടയർ പൊട്ടിപ്പോകുന്നു. ഇതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ സമീപിക്കുകയും ഞങ്ങളുടെ വണ്ടി നിങ്ങൾ പിടിച്ചാൽ തന്നെ തുക നിശ്ചിത തുക, സാധാരണ 5 ടണ്ണിന് താഴെയുള്ള വണ്ടിക്ക് 10,000 രൂപയും അതിൽ കൂടുതൽ ടണ്ണേജുള്ള വണ്ടികൾക്ക് 25,000 രൂപയാണ് പിഴ. ഈ പിഴ അടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തൽക്ഷണം പിഴയിട്ട് വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെവികൊള്ളാതെ ഇത് താലൂക്ക് ഞങ്ങളെന്തോ കള്ളക്കടത്ത് ചെയ്തതുപോലെ താലൂക്ക് വെച്ച്, കാരണം ഞങ്ങൾ ഇതിനെ പിടിച്ചു വെച്ചാൽ ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്. പക്ഷെ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ അറിയില്ല തൊഴിൽ. കാരണം ഈ വണ്ടി പിടിച്ച് 6 മാസം ഞങ്ങളെ പിടിച്ചു വെച്ചാലും 6 മാസം കഴിഞ്ഞ് പിറ്റേ ദിവസവും ഞങ്ങൾ ചെയ്യേണ്ട തൊഴിൽ ഇത് തന്നെയാണ്. ഇത് അവിടെ അത്യാവശ്യമാണ്. നിർമ്മാണങ്ങൾ സ്തംഭിക്കും നിങ്ങളെ കല്ലില്ലെങ്കിൽ. അപ്പൊ ഇത് ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെ ചില ഉദ്യോഗസ്ഥന്മാർ കടന്നു കയറുകയും പണകൾ വന്ന് ലക്ഷങ്ങൾ പിടിച്ചുപോവുകയും ചെയ്യുന്നു. സാധാരണ നമുക്ക് മുമ്പുണ്ടായിരുന്ന റോയൽറ്റി എന്ന് പറയുന്നത് സെന്റിന് 75,000, ഇത് 5,80,000 രൂപയാക്കി വർദ്ധിച്ചു. അത് മാത്രമല്ല, അത് എന്നാൽ തന്നെ നമുക്കിവിടെ കാസർഗോഡ് ജില്ലയിൽ പട്ടയഭൂമിയുടെ പ്രശ്നം കൂടുതലായതുകൊണ്ട് നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമുക്കറിയാം പഴയകാലത്ത് പതിച്ചു നൽകിയ ഭൂമിയാണ് കാസർഗോഡ് ജില്ലയിലെ 99% സ്ഥലങ്ങളും. അപ്പൊ അത് ഗണനാധിപതി കിട്ടുന്നില്ല. അത് കഴിഞ്ഞ കളക്ടർ ബഹുമാനപ്പെട്ട സജിത് ബാബു സർ ഉണ്ടാകുന്ന സമയത്ത് ഇത് നമുക്കൊരു അഫിഡവിറ്റ് വെച്ച് കൊടുക്കുകയായിരുന്നു. അതായത് ഞങ്ങൾ ഈ പാറകൾ കൃഷിയോഗ്യമാക്കാം, ഈ പാറയിൽ കൃഷി ചെയ്യാൻ പറ്റൂല, നമുക്കറിയാലോ പാറയിൽ കൃഷി ചെയ്യാൻ പറ്റാത്തതാണ്. അത് കൃഷിയോഗ്യമാക്കാനുള്ള മണ്ണുണ്ടാക്കി അതിനെ നികത്തി കൃഷിയോഗ്യമാക്കുമ്പോൾ ഒരുപാട് പച്ചപ്പരവതി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കൃഷിയോഗ്യമായ തെങ്ങ് കഴുങ്ങൊക്കെ നട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സംവിധാനം മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും നിയമമില്ല എന്ന് പറഞ്ഞ് നിയമത്തിന്റെ കുരുക്കിൽ നിങ്ങൾ പെടുത്തിയിട്ട് ഞങ്ങളെ ലക്ഷക്കണക്കിന് പെടുത്തുമ്പോൾ ഒരു സമ്പ്രദായമാക്കി മാറ്റുകയാണ്. കാരണം ഇത് അറിയാം, ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം ഇത് പോകുന്നത് ചെങ്കൽ വണ്ടിയാണ്. ഇതിനെ പിടിച്ചാൽ നമുക്ക് 25,000 രൂപ സ്പോട്ടിന് കിട്ടും. സർക്കാരിന് ഒരു വരുമാനം ഉണ്ടാക്കിയാണ്. അങ്ങനെ തയ്യാറാണെങ്കിൽ പോലീസിന് നിർദ്ദേശം കൊടുത്താൽ ചെങ്കൽ മുഴുവൻ മൊത്തമായി സ്റ്റോപ്പ് ആവുന്നില്ലേ? കാസർഗോഡിൽ ഇതേപോലെ സ്തംഭിക്കുന്നില്ലേ? അത് ചെയ്യൂല. കാരണം ആവശ്യമാണ്. ഈ അടുത്തുള്ള ജില്ലാ പഞ്ചായത്ത് കളക്ടറേറ്റിന് തൊട്ടടുത്തുള്ള വലിയൊരു ബിൽഡിംഗ് ജില്ലാ പഞ്ചായത്ത് കെട്ടിയിട്ടുണ്ട്. അത് കെട്ടിയത് ചെങ്കലിലാണ്. അപ്പൊ സർക്കാരിന് കൂടി ആവശ്യമായ ഈ വസ്തു നടക്കണം. ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വെച്ച് നമുക്ക് ലക്ഷങ്ങൾ പിഴച്ചു കുത്തുന്ന സമ്പ്രദായമാണ് ഇതിലുള്ളത്. അപ്പൊ എന്തുകൊണ്ടും സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖല ഇത് മാറാൻ ഒരു വണ്ടി പിടിച്ച ശേഷം ആദ്യ പ്രാവശ്യം ഇടുന്ന ഫൈന് 25,000 രൂപയാണെങ്കിൽ അത് രണ്ടാമത്തെ പ്രാവശ്യം അതിന്റെ പകുതി കൂടി 45,000 രൂപയോളം വരും. പിന്നീട് അങ്ങോട്ടേക്ക് വണ്ടി കണ്ടുകെട്ടുന്ന സമ്പ്രദായം കൂടി ഇപ്പൊ നിലവിലുണ്ട്. അതായത് വണ്ടിന്റെ പെർമിറ്റ് റദ്ദ് ചെയ്ത് വണ്ടി നമുക്ക് ഇല്ലാതാക്കി തീരുന്ന സംവിധാനമൊക്കെ ആയിത്തീരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സമരത്തിന് സജ്ജരായിരിക്കുന്നത്. ഞങ്ങൾ വിട്ടു നൽകുക. കണ്ണൂരും മലപ്പുറത്തൊക്കെയുള്ള അതേ നിയമമാണ് കാസർഗോഡും ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള വണ്ടികൾ പിടിച്ച ഉടനെ തന്നെ വിട്ടു നൽകുക. അതുപോലെ പെർമിറ്റ് തരുന്നത് വരെ ഞങ്ങൾക്ക് ഗണനത്തിന് അനുമതി നൽകുക. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പെർമിറ്റ് തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. 2018 മുമ്പ് നല്ല രീതിയിൽ പെർമിറ്റ് കൊടുക്കുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ പെർമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പെർമിറ്റ് എടുത്തവരാണ്. 2018 ശേഷം നിയമം മാറി സംസ്ഥാന അടിസ്ഥാനത്തിലായി. അതോടുകൂടി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടാതെയായി. പെർമിറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത് എന്നും കൂടി ഞങ്ങൾ നിയമം തെറ്റിച്ചുകൊണ്ട് എടുക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് പെർമിറ്റ് വേണം. ഞങ്ങൾ സുതാര്യമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. ഒരുപാട് തൊഴിലാളികൾ പട്ടിണിയിലേക്ക് നീങ്ങുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമരത്തിലേക്ക് സജ്ജരായിരിക്കുന്നത്. സമരത്തിന്റെ 5ാം ദിവസം നിരാഹാരം കിടക്കുന്നത് നീലേശ്വരം ഏരിയ പ്രസിഡന്റ് ഷംസുദ്ദീൻ അവർകളാണ്. അതുപോലെ തന്നെ ഈ നിരാഹാര സമരം ഞങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഈ സമരം തുടരുക തന്നെ ചെയ്യുമെന്നവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജനകീയ എം എൽ എ ശ്രീ AK അഷ്റഫ് അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുള്ളൂ. ഇന്നത്തെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് നീലേശ്വരത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട സാരഥി
ശ്രീ സൈഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ശംസുദ്ദീന്റെ നേതൃത്വത്തിലുള്ള നീലേശ്വരത്തെ തൊഴിലാളികളാണ് ഇന്നത്തെ ഈ സമരദിനത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രമോദിന്റെ അധ്യക്ഷതയിൽ, വിനോദിന്റെ അധ്യക്ഷതയിൽ ശ്രീ ഹുസൈൻ കൃത്യമായി നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അതിർത്തിയിലുള്ള ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് ഈ സമരപന്തലിൽ നേരത്തെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ സംഘാടകർ എന്നെ സമീപിച്ചിരുന്നു. ഷിരൂരിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക CM ഒരു കമ്മിറ്റി എടുത്തപ്പോൾ കേരളത്തിന്റെ ഒരു MLA എന്ന നിലയ്ക്ക് ആ കമ്മിറ്റിയിലുള്ളത് കൊണ്ട് സമരം ഒഴിവാക്കി അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. എന്തായാലും ഈ സമരപന്തൽ വിസിറ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്കൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്ന വല്ലാത്ത സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ സമരപന്തലിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വികസന രംഗത്ത് ഒരുപാട് പിന്നോക്കത്തിന്റെ കഥകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ മേഖലയിലുള്ള കള്ളനെയും അഴിമതിക്കാരനെയും ശിക്ഷാവിധിയുടെ ഭാഗമായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും മാറ്റുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. നമുക്കറിയാം, അതിന്റെ ദുരന്തവും ദുരിതവും നമ്മൾ കാലങ്ങളായി നമ്മൾ പേറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേശ്വരത്തെ 8 പഞ്ചായത്തിൽ 8 സ്റ്റേഡിയം ഈ 3 വർഷം കൊണ്ട് കേരളത്തിന്റെ വടക്കേറ്റത്തൊരു MLA എന്ന നിലയ്ക്ക് നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് നീക്കിവെച്ചതിന്റെ ഭാഗമായി ഓർക്കാടി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിലേക്ക് ചെങ്കല്ല് കൊണ്ടുവരുമ്പോ അതിന്റെ കരാറുകാരൻ എന്നോട് പറഞ്ഞു, സർ, മറ്റന്നാൾ മിനിസ്റ്റർ ശിലാസ്ഥാപനം നടക്കുന്ന നിങ്ങളുടെ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ചെങ്കല്ല് കൊണ്ടുവരുമ്പോ 54,000 രൂപ ഫൈന് ഈടാക്കിയിട്ടുണ്ട്, നോട്ടീസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രീമതി D. ശില്പയോട് ഇക്കാര്യം ഞാൻ സംസാരിക്കേണ്ടായി. ആ സംസാരത്തിനിടയ്ക്ക് ഞാനും നല്ല ടെൻഷനുള്ളൊരു മൂഡിലായിരുന്നു. ഞാൻ ഒരുപാട് കാർത്തുകൊണ്ട് അവരോട് ചോദിച്ചു, എന്റെ മണ്ഡലത്തിൽ 100ഓളം മോഷണം നടന്നിട്ടുണ്ട്. ഒരു മോഷണത്തിൽ ഒരു പ്രതിയെ പോലും പിടിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ ജോലി നിർമ്മാണ മേഖലയെ സമ്പൂർണമായി തകർക്കുന്ന ഈ വേട്ടയാടലാണ് എന്ന് ചോദിച്ചപ്പോ അവരതിന് പല രീതിയിലുള്ള വിശദീകരണങ്ങൾ എനിക്ക് നൽകുകയുണ്ടായി. അവർക്ക് കോൾ വിളിക്കാൻ കാരണം, സർ, ഞങ്ങളല്ല ഇത് പിടിച്ചത്, SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ്. കുമ്പളയിലേക്ക് വിളിക്കുമ്പോ പറഞ്ഞു SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SP സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനേക്കാളും ബെറ്റർ കാസർകോട്ട് ഒരു പ്രത്യേക ഉത്തരവിറക്കാം. ഈ ജില്ലയിൽ കൺസ്ട്രക്ഷൻ നിരോധിച്ചിരിക്കുന്നു, നിർമ്മാണം ഇല്ല, പിന്നെ ഇത് പിടിക്കലും ബുദ്ധിമുട്ടിക്കലൊന്നും ഇല്ലല്ലോ SP എന്ന് ചോദിച്ചപ്പോ, സർ, നമുക്ക് ഇരിക്കാം, നമുക്ക് പരിഹാരം കാണാം എന്നുള്ള രീതിയിലാണ് ഈ ജില്ലയിൽ ഏറ്റവും സീനിയർ MLA കാസർകോട്ട് ഇതിന്റെ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എന്നെ നിലയ്ക്കുന്നതിനോടും ഞാൻ ഈ സംഭവം വളരെ വിശദമായി സംസാരിച്ചു. സത്യത്തിനും വലിയ രീതിയിലുള്ള ഒരു ഈ മേഖലയിൽ അവരവരുടെ കുടുംബം പോറ്റാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള ഒരു വലിയ ദ്രോഹമാണ് കാസർകോട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. സംസാരിക്കും. ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ചെങ്കൽ തൊഴിലാളികൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നാണ് ഞങ്ങൾ ഈ സമരത്തിന് വന്ന് ബന്ധപ്പെട്ട ഭരണകൂടത്തോട് സൂചിപ്പിക്കുന്നത്. 3-ാം തീയതി കേരളത്തിന്റെ അസംബ്ലി ചേരുകയാണ്. ഞാൻ ഈ സമരത്തിൽ ആളുകൾക്ക് ഉറപ്പ് നൽകുന്നു, ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഭയാണ്, ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കേണ്ട സഭയാണ്. എന്നാലും ഒരവസരം കാസർകോട്ടെ MLA എന്ന നിലയ്ക്ക്, മഞ്ചേശ്വരത്തെ MLA എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ എന്റെ ആദ്യത്തെ പരിഗണന നിങ്ങളുടെ ആവശ്യം കേരളത്തിന്റെ അസംബ്ലിയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ ഉന്നയിക്കുമെന്ന് നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. അത് മാത്രമല്ല, CH കുഞ്ഞമ്മ ഇന്ന് രാവിലെ വന്നു. 5 MLA-മാരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ കോർഡിനേഷൻ ഉത്തരവാദിത്തം കൂടി ഞാൻ ഏറ്റെടുക്കാം. ഞാൻ CH കുഞ്ഞമ്മനോട് സംസാരിക്കാം, ചന്ദ്രേട്ടനോട് സംസാരിക്കാം. രാഷ്ട്രീയത്തിന് അതീതമായി ആ മേഖലയിലെ തൊഴിലാളികളുടെ
വയറ്റത്തടിക്കുന്ന ഈ നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം പിന്മാറണം. കാരണം ഇത് പറയാൻ കാരണം, ഞാൻ കരീമിനോട് ചോദിച്ചു, എന്റെ നാട്ടുകാരനാണ്, കരീം എന്നോട് പറഞ്ഞ എക്സ്പീരിയൻസ് ഞാൻ ഏറ്റവും ഫീൽ ചെയ്തൊരു കാര്യം, മീയപ്പദവിലേക്ക് എപ്പോ പോയാലും അവിടെ ഒരു ഹോട്ടൽ ഉണ്ടാകും. ഒരാഴ്ച ഒരു ചെങ്കൽക്കോറയിൽ നിന്ന് 8,000-10,000 രൂപ ബില്ല് വരും. ആ ഹോട്ടലിലേക്ക് പോയപ്പോ ഹോട്ടൽ വിജനമാണ്. ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു മേഖലക്കാണ് കടാര വെച്ചിട്ടുള്ളത്, ഒരു മേഖലക്കാണ് ഈ ഒരു ഏറ്റവും ജനദ്രോഹപരമായ ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത്. രണ്ട് ബാധ്യത എനിക്കുണ്ട്. ഒരു ചോദ്യം, മഞ്ചേശ്വരത്തിന് മാത്രം എന്തിന് ഈ ഒരു ഉത്തരവ് എന്നുള്ള ഒരു ചോദ്യം ഞാനിപ്പോ കലക്ടറോട് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം സൂചിപ്പിക്കരമായി ദ്രോഹിക്കുന്നുണ്ട്. 2018 ശേഷം തുച്ഛമായ റോയൽറ്റി അടക്കുന്നത് 100, 200, 300, 400 ഇരട്ടി 5 ലക്ഷത്തിൽ ചില്ലാനമാണ് വർദ്ധിപ്പിച്ചത്. ഞാനിവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ അനുഭവിച്ച കാര്യമാണ്. കാസർകോട്ടെ കളക്ടറേറ്റിൽ ഒരു വണ്ടി പിടിച്ചാൽ റവന്യൂ ഉദ്യോഗസ്ഥന്റെ അഹങ്കാരം നേരിട്ടറിയണം. ഓരോ ടേബിളിൽ നിന്ന് ടേബിളിലേക്ക് ആ പാവത്തെ കറക്കി 1 മാസവും 2 മാസവും നട്ടം തിരിച്ച് കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഈ കാസർകോട്ടെ കളക്ടറേറ്റിലുണ്ട്. ഞാൻ പലപ്പോഴും എന്നോട് ആവലാതി പറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഫോണിലൂടെ കയർക്കുകയും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അർത്ഥമാകില്ല. നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് നിങ്ങൾ ഈ സമരമുഖത്ത് നിന്ന് പിന്മാറണം. കാരണം കാസർഗോഡിനോട് എല്ലാ കാര്യങ്ങളിലും അവഗണനയാണ്. പല മേഖലകളിലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത പോലെ ചില മേഖലയിൽ ആളുകൾക്ക് ചെങ്കൽക്കല്ല് വേണം, അത്യാവശ്യത്തിന് ചെങ്കൽക്കല്ല് വേണം. ആ മേഖലയിലേക്ക് മാത്രം കുറെ മുടന്തൻ ഉത്തരവുകളുമായി ദ്രോഹിക്കുന്നു എന്ന് പറയുമ്പോ അത് കണ്ടും കേട്ടും മൗനമായിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ സമരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ഞാൻ എന്റെ ഓഫീസ് MLA ഓഫീസിൽ വന്ന് നിങ്ങളുടെ ഭാരവാഹികൾ എനിക്കൊരു നിവേദനം തന്നിരുന്നു. അതെ, അരിശെട്ടി അടക്കമുള്ള ആളുകൾ തന്നിരുന്നു. ഞാൻ അന്ന് തന്നെ അതിന്റെ ഒരു കവറിംഗ് ലെറ്റർ വെച്ച് ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കാര്യം, നിങ്ങളുടെ സമരപന്തലിൽ വന്ന് കാസർകോട്ടെ വടക്കേറ്റത്തെ MLA എന്ന നിലയ്ക്ക് എന്റെ മണ്ഡലത്തിൽ ധാരാളം ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പറയുന്നത്, ന്യായമായ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഒരു സമരം ചെയ്യുന്നത്. PSCയിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ എന്റെ കൂടെ ഒരു പ്രവാസി വ്യവസായി പ്രിയപ്പെട്ട യൂസുഫ് ഐബക്ക് ഞങ്ങൾ വരുമ്പോ മഞ്ചേശ്വരം മുതൽ ഈ സ്ഥലം വരെ കാറിൽ നിന്ന് എന്റെ കയ്യിൽ ജോലിക്ക് വേണ്ടി തന്ന കുറെ ബയോഡാറ്റ വെച്ച് ഫോം വിളിച്ച് ഒരു MLA അവരോട് കെഞ്ചുകയായിരുന്നു. നിങ്ങൾ ആരുടെ മുമ്പിലും ആരെയും ദ്രോഹിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ, നിങ്ങളുടെ അന്തസ്സും അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ ജോലി ചെയ്യുമ്പോ, ഒരുപാട് കുടുംബത്തിന് അന്നം കൊടുക്കുമ്പോ ആ അന്നത്തിന് വയറ്റത്തടിക്കാനാണ് കാസർകോട്ടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്ദേശമെങ്കിൽ ആ ഉത്തരവ് പിൻവലിപ്പിക്കും. ആ ഉത്തരവ് നിങ്ങളെ കൊണ്ട് മാറ്റി എഴുതിപ്പിക്കും എന്നാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, കലക്ടറുമായി സംസാരിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ എല്ലാ MLA-മാരെയും കാണണം. 3-ാം തീയതി സഭ ആരംഭിക്കുമ്പോ നേരിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കാസർകോട്ടെ ചെങ്കൽ തൊഴിലാളികൾ ഈ ഓണക്കാലത്ത് കേരളത്തിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും ഒരുമിപ്പിക്കുന്ന കേരളത്തിന്റെ ആഘോഷവേളയിൽ കാസർകോട്ടെ നിങ്ങൾ സങ്കടത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പ്രയാസത്തിലായിരുന്നു എന്നറിയാം. ജോലിയില്ലാത്ത ഒരവസ്ഥ വരുമ്പോ സുരേഷ് ഏട്ടനെ പോലെയുള്ള ആളുകൾ, ഞാൻ ഏറ്റവും നന്നായി അറിയുന്ന എന്റെ നാട്ടിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും മാന്യതയുടെ മുഖമാണ്. ഞാൻ അവരോടൊക്കെ, ഞാൻ വളർന്നു വന്നത് ചെങ്കൽക്കോറയുടെ ചുറ്റത്താണ്, അതിന്റെ ചുറ്റുവട്ടത്താണ്. ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ഈ സമരത്തിൽ നിങ്ങളുടെ ഒരു ചെങ്കൽ അസോസിയേഷന്റെ ഒരു ഭാരവാഹിയെ പോലെ ഈ പ്രശ്ന പരിഹാരത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് മഞ്ചേശ്വരത്തിന്റെ സമ്പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഞാനിപ്പോ കളക്ടറെ കാണും,
അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി അറിയിക്കും. കലക്ടറെ കാണാൻ പോകുന്നത് ഈ നിങ്ങളുടെ സമരത്തിൽ പങ്കെടുത്ത് ബഹുമാന്യനായ കലക്ടർ ഇടപെട്ട് ഒരാശയവിനിമയം നടത്തി നിങ്ങൾക്ക് പരിഹാരം കണ്ട് ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി ഞാൻ അവിടെ സമീപിക്കും. നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഒരു MLA നിലയ്ക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട ശംസുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം മേഖലയിൽ ആളുകൾ നടത്തുന്ന ഈ സമരത്തിന് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്. ഭൂമിയുടെ പാരിസ്ഥിതിക പ്രശ്നത്തിന് സന്തുലനം സൃഷ്ടിക്കാൻ വേണ്ടി അത് ദൈവശക്തിയാണത്. അതിന് മടക്കികളെ അതിനെ കുന്നുകൾ ഇടിച്ചുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം വയനാടിന്റെ ദുരന്തവും റിസോർട്ടുകളും അത് എങ്ങനെയാണ് വരുന്നത്? പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കുന്നുകള്. പിതാവടക്കമുള്ള ആളുകൾ ഞങ്ങൾ കുട്ടികളായി പ്രവർത്തിക്കുന്ന കാലത്ത് കാണുന്ന നമസ്കാരം. ഞാൻ ഡോക്ടർ മൊയ്തീൻ ജാസ്ർ അലി, കൺസൾട്ടന്റ് ചീഫ് ഫിസിഷ്യൻ CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെർക്കള. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 7.5 വർഷക്കാലമായി ജനറൽ ഫിസിഷ്യനായി ഞാൻ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 14 വർഷമായി ഡോക്ടർ എന്ന രീതിയിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലുള്ള
ബുദ്ധിമുട്ടുകൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 14 വർഷം സാധാരണക്കാർക്കിടയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പരിമിതികൾ ആരോഗ്യ മേഖലയിലുണ്ട്, നമ്മൾ അയൽ സംസ്ഥാനത്തെയും അയൽ ജില്ലയും എത്ര കണ്ടതിനു വേണ്ടി ആശ്രയിക്കുന്നു എന്നത് നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് 1.5 വർഷം മുമ്പ് നമ്മളൊരു ആശയമാണ് ഒരു സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. അതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ട്രയൽ റൺ സെപ്റ്റംബർ 16-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ, ഇത് ഏറ്റവും താഴെക്കിടയിലിൻ്റെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്കും സമ്പന്നന്മാർക്കും നല്ല രീതിയിൽ ഉപകാരപ്രദമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ 16-ാം തീയതി മുതൽ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും കാഷ്വാലിറ്റി സംബന്ധമായിട്ടുള്ള ചികിത്സകളും സ്നേക്ക് ബൈറ്റ് യൂണിറ്റും പോയ്സണിങ് ട്രീറ്റ്മെൻറ്റും ചെസ്റ്റ് എക്സ്റേ ECG ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബറട്ടറി സംവിധാനങ്ങൾ 24-hour ഫാർമസി ആരംഭിച്ചിരിക്കുന്നു. ഒക്ടോബർ 2-ാം തീയതി മുതൽ കാസർഗോഡ് ഇതുവരെ ഇല്ലാത്ത എല്ലാ സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഉണ്ടാകുന്ന സർവീസുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. തീർച്ചയായും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥാപനമായിരിക്കും. ഒരു ആതുര സേവന സ്ഥാപനത്തിന് ജനങ്ങൾ ഒരു തെറ്റിദ്ധാരണയോടെ കാണുന്ന സമീപനം കാണേണ്ട ആവശ്യം വരില്ല. ഒരു ലാഭകരമായിട്ട് വല്ലാണ്ട് ഒരു പണമോഹത്തിലോ ബാക്കി കാര്യത്തിലോ തുടങ്ങുന്ന ഒരു സ്ഥാപനമല്ല. ജനങ്ങളെ നല്ല രീതിയിൽ സർവീസ് പ്രൊഫഷണലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സംഗീത ഉപകരണങ്ങളോടെ അകമ്പടികളില്ലാതെ ഒരു ഗാനത്തിൻ്റെ സ്വരങ്ങൾ ശബ്ദവിജികൾ കൊണ്ടും താളം കൈകൾ കൊട്ടിയും മറ്റും ഒരു ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ആക്കുവാൻ സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെ ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് ആലപിക്കുന്ന രീതിയാണ് അക്കപ്പല്ല. ഈ രീതിയിൽ ഇറ്റാലിയിലാണ് ആദ്യമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. കോട്ടയം ജില്ലാ പോലീസിൽ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനും ഗായകനുമായ സബ് ഇൻസ്പെക്ടർ ജോയ് PA വരികൾ എഴുതി സംഗീതം നൽകി കോട്ടയം ജില്ലാ പോലീസിലെ സേനാംഗങ്ങൾ ആലപിച്ച് മനോഹരമായ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായ ഈ രീതി നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. വെയിലിലും മഴയിലും എല്ലാ പ്രതിസന്ധികളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുദിനമായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി
ഗീതം ഗപഗപഗരിസ പദനി മദനി മദനി സവാഗരിസ നിസ 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 പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നീരിന്റെ നിറവിൽ നിൽക്കൂ പരിസരമൊന്നും നോക്കാതെ ഞങ്ങൾ കാവലായി കരുതലായി നിൽക്കൂ വേദനകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മൃദുഭാവേ ദൃഢകൃത്യേ മൃദുഭാവേ ദൃഢകൃത്യേ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലും കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം 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 പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലും കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം 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 സ്നേഹഗീതം ഗീതം ഗീതം അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 1780000. ടോൾ ഫ്രീ നമ്പർ 14. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.